നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രവാസികളെ ദുരിതക്കയത്തിലാക്കിയിരിക്കുകയാണ് വിമാന ടിക്കറ്റ് നിരക്ക്. ഗൾഫിലേക്കുള്ള വിമാന ടിക്കറ്റ് നിരക്കിൽ ഇളവ് വരുത്താതെ അവസരം മുതലാക്കി പ്രവാസികളെ കൊള്ളയടിക്കുകയാണ് വിമാന കമ്പനികൾ. ഇത് തക്കം പാർത്തിരുന്ന ട്രാവൽ ഏജൻസികൾ ടിക്കറ്റുകൾ കൂട്ടത്തോടെ ബുക്ക് ചെയ്ത് കരിഞ്ചന്തയിൽ വിൽക്കുന്നതായും ആക്ഷേപമുയരുന്നുണ്ട്. ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള വിമാന സർവീസുകൾ പുനരാരംഭിച്ച് ആഴ്ചകൾ പിന്നിടുമ്പോഴും ടിക്കറ്റ് നിരക്ക് ഉയർന്നു തന്നെ നിൽക്കുന്നത് പ്രവാസികൾക്ക് തിരിച്ചടിയാവുകയാണ്. ടിക്കറ്റ് നിരക്ക് നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം. കൊച്ചിയിൽ നിന്ന് കുവൈത്തിലേക്ക് പോകാൻ 1.5 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് നിരക്ക്. കുവൈത്തിൽ നിന്ന് കൊച്ചിയിലേക്ക് വരാൻ 1/2 ലക്ഷത്തിനടുത്താണ് ടിക്കറ്റ് നിരക്ക്. സൗദി അറേബ്യയിലേക്ക് പോകാൻ 35,000 രൂപയും ബഹ്റൈനിലേക്ക് 55,000-ന് മുകളിലും പ്രവാസികൾ ടിക്കറ്റ് ഇനത്തിൽ മുടക്കണം. 2 ദിവസം മുമ്പ് വരെ കുവൈത്തിലേക്ക് 3 ലക്ഷത്തിന് മുകളിലായിരുന്നു ടിക്കറ്റ് നിരക്ക്. കോവിഡിൽ പ്രതിസന്ധിയിലായ പ്രവാസികളുടെ നാട്ടിലേക്കുള്ള യാത്ര നീട്ടിവെക്കേണ്ടുന്ന സാഹചര്യത്തിലാണ് ടിക്കറ്റ് നിരക്കിന്റെ കുതിപ്പ്. എന്നാൽ അവസരം മുതലാക്കി ട്രാവൽ ഏജൻസികൾ കൂട്ടത്തോടെ ടിക്കറ്റുകൾ ബുക്ക് ചെയ്തതായും ആക്ഷേപം ഉയരുന്നുണ്ട്. അടിയന്തര സാഹചര്യങ്ങളിൽ ടിക്കറ്റ് നിരക്ക് നോക്കി യാത്ര ചെയ്യാൻ കഴിയാത്തവർ ഈ ഭീമമായ തുക മുടക്കിയാണ് അവരുടെ ലക്ഷ്യസ്ഥലങ്ങളിലേക്ക് പറക്കുന്നത്. നിരക്ക് കുത്തനെ കൂടിയെങ്കിലും പലയിടത്തേക്കുമുള്ള ടിക്കറ്റുകൾ ഇതിനകം വിറ്റുതീർന്നുവെന്നാണ് ട്രാവൽ ഏജൻസി അധികൃതർ പറയുന്നത്. വിമാന കമ്പനികൾ ടിക്കറ്റ് നിരക്ക് ഇങ്ങനെ തോന്നിയപടി ഉയർത്തുന്നതിൽ മൗനം പാലിക്കുകയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ. അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെട്ട് നിരക്ക് നിയന്ത്രിക്കാൻ ഇടപെടണമെന്നാണ് പ്രവാസികൾ ഉന്നയിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.